കണ്ണൂർ ജില്ലയിൽ 14 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആന്തൂർ നഗരസഭയിലും കണ്ണപുരം പഞ്ചായത്തിലും 5 LDF സ്ഥാനാർത്ഥികൾക്ക് കൂടി എതിരില്ലാത്ത ജയം. ആന്തൂരിൽ 3 വാർഡുകളിൽ LDFന് എതിരില്ല. അഞ്ചാംപീടിക, കോടല്ലൂർ, തളിയിൽ വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം കണ്ണപുരത്ത് 2 വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇപ്പോൾ സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, എത്ര വാർഡുകളിൽ LDFന് എതിരില്ലാതെ വിജയിക്കാൻ കഴിഞ്ഞു? വിശദാംശങ്ങൾ. ഷമി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ 14 ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് പുനർസൂക്ഷ്മ പരിശോധനയും അതോടൊപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസവുമായിരുന്നു. ഇത് പൂർത്തിയായപ്പോഴാണ് ഇപ്പോൾ 14 വാർഡുകളിലാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ കണ്ണപുരം പഞ്ചായത്തിൽ 6 ആന്തൂർ നഗരസഭയിൽ 5 വാർഡുകളിലും മലപ്പട്ടത്ത് 3 വാർഡുകളിലുമാണ് LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത വിജയം നേടിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ UDF നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിമത സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ 3 സ്ഥലത്ത് ഉൾപ്പെടെ ജില്ലയിൽ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും വിമത സ്ഥാനാർത്ഥികളാണ് UDFന് തലവേദന സൃഷ്ടിക്കുകയാണ്. കണ്ണൂർ പയ്യാമ്പല കോർപ്പറേഷനിലെ പയ്യാമ്പലത്തും ആദികടലായിലും വാരത്തും പ്രധാനപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥികൾ തന്നെ വിമതരായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച UDF വിജയിച്ച ഒരേയൊരു കോർപ്പറേഷനാണ്. അവിടെ വിമത പ്രശ്നം തന്നെയാണ് ഇത്തവണ UDF നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. LDFലാകട്ടെ ഇപ്പോൾ ആധികാരികമായ വിജയം, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ തന്നെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ വിജയമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ണപുരം പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം അവസാനിച്ചപ്പോൾ തന്നെ 2 സ്ഥലങ്ങളിൽ ഈ നാമനിർദ്ദേശ പത്രികകൾ ആരും സമർപ്പിച്ചിരുന്നില്ല. LDF സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് 2 പത്രികകൾ തള്ളുകയും ചെയ്തു. ഇന്നിപ്പോൾ ചില പത്രികകൾ പുനർസൂക്ഷ്മ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിരുന്നു. അങ്ങനെ ഈ പുനർസൂക്ഷ്മ പരിശോധനയിൽ 2 പത്രികകൾ കൂടി തള്ളി വ്യാജ ഒപ്പിട്ട് പത്രിക സമർപ്പിച്ചതാണ്. അതായത് ഈ സ്ഥാനാർത്ഥികൾ അറിയാതെ അവരുടെ പേരിൽ പത്രിക സമർപ്പിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് കണ്ണപുരത്ത് UDFന്റെയും BJPയുടെയും, ഇന്ന് ഒരു UDF സ്ഥാനാർത്ഥിയുടെയും ഒരു BJP സ്ഥാനാർത്ഥിയുടെയും പത്രികകളാണ് തള്ളിയത്. അങ്ങനെ 2 സ്ഥലത്താണ് LDFന് എതിരില്ലാത്ത വിജയം ഇന്ന് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ കണ്ണപുരം പഞ്ചായത്തിൽ 6 വാർഡുകളിൽ നിലവിൽ LDF എതിരില്ലാത്ത വിജയം നേടിയിരിക്കുകയാണ്. ആന്തൂരിലേക്ക് എത്തുമ്പോൾ ആന്തൂർ നഗരസഭ എന്ന് പറയുന്നത്, ആന്തൂർ മുനിസിപ്പാലിറ്റി കണ്ണൂരിലെ ഇടതുപക്ഷത്തിൻ്റെ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. നിലവിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ 5 വാർഡുകളിൽ LDF വിജയം നേടിയിരിക്കുകയാണ്. ഇന്ന് ഈ പുനർസൂക്ഷ്മ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ 2 വാർഡുകളിൽ UDFന്റെ പത്രിക തള്ളി. ഇവിടെ സംഭവിച്ചത് ഈ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച അയാൾ തന്നെ എത്തി അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് ഒപ്പിട്ട് നൽകിയിട്ടില്ല, ഇത് വ്യാജ ഒപ്പാണ് എന്ന് പറയുകയായിരുന്നു. ആ രീതിയിൽ നിർദ്ദേശിച്ചയാൾ പിന്മാറിയതോടുകൂടിയാണ് UDFന് 2 പത്രികകൾ ഇന്ന് ആന്തൂർ നഗരസഭയിൽ തള്ളിയത്. അതോടൊപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥി UDFന്റെ 5-ാം പീടിക വാർഡിലെ സ്ഥാനാർത്ഥി പത്രിക ഇന്ന് പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ 5 സ്ഥലത്താണ് ഇപ്പോൾ ആന്തൂർ നഗരസഭയിൽ UDFന് BJPക്കും സ്ഥാനാർത്ഥികളില്ലാതെ, മറ്റ് സ്വതന്ത്രരോ ആരും തന്നെ സ്ഥാനാർത്ഥികളില്ലാതെ LDF വിജയിച്ചിരിക്കുന്നത്. മലപ്പട്ടം പഞ്ചായത്തിൽ നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 2 വാർഡുകളിൽ മറ്റാരും നാമനിർദ്ദേശ പത്രികകൾ നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധനയിൽ ഒരു പത്രിക തള്ളുകയും ചെയ്തു. അങ്ങനെ 3 സ്ഥലത്ത് മലപ്പട്ടം പഞ്ചായത്തിൽ LDF എതിരില്ലാത്ത വിജയം നേടിയിരിക്കുകയാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ 14 വാർഡുകളിൽ ഇപ്പോൾ LDFന് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ, വോട്ടെടുപ്പിന് മുൻപേ തന്നെ വിജയം നേടാൻ കഴിഞ്ഞു. വലിയ ആവേശത്തിലാണ് കണ്ണൂർ ജില്ലയിലെ LDF ക്യാമ്പ് ഉള്ളത്. കാരണം ഈ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സംഭവിച്ചത്, അതായത് UDFനും BJPക്കും അവിടെ നിർത്താൻ സ്ഥാനാർത്ഥികളെ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഈ തള്ളിയ സ്ഥാനാർത്ഥിത്വങ്ങളാകട്ടെ അവിടെ കൃത്യമായ സ്ഥാനാർത്ഥികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ വ്യാജ ഒപ്പിട്ടാണ് ഈ പത്രികകൾ സമർപ്പിച്ചത്. അവിടെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിപ്പോയത്. അതായത് ഒരു പുറമേ നിന്നുള്ള വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്ക് മറ്റൊരു വാർഡിൽ മത്സരിക്കാമെങ്കിലും ആ മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള അതേ
വാർഡിലെ വോട്ടർമാരായ ആളുകളായിരിക്കണം നിർദ്ദേശിക്കുന്നതും പിന്തുണയ്ക്കുന്നതും. പലപ്പോഴും അങ്ങനെ ആളുകളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവിടെയുള്ള വോട്ടർമാരുടെ പേരുകളിൽ ഒപ്പിട്ട് പത്രിക സമർപ്പിച്ചു. അത് നേരിട്ടെത്തി ഇത് ഞങ്ങളല്ല ഒപ്പിട്ടതെന്ന് പറഞ്ഞതോടുകൂടി പത്രികകൾ തള്ളിപ്പോവുകയായിരുന്നു. ഏതായാലും വലിയ പ്രതിസന്ധി UDFന് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച വിമത പ്രശ്നം. പൂർണ്ണമായും വിവരങ്ങൾ ലഭിക്കാനുണ്ട്. എങ്കിൽ കൂടിയും കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ 3 സ്ഥലത്ത് ശക്തമായ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം UDFന് നേരിടേണ്ടതുണ്ട്.